ഹലോ നമസ്കാരം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മനു അലീനയെ ഫോൺ വിളിക്കുക കേട്ടോ. എവിടെയാണ് ഉള്ളത്, എറണാകുളത്താണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എറണാകുളത്താണ്. മനുവേട്ടൻ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് മനു പറയുന്നുണ്ട്, അച്ഛൻ ഇന്ന് കടപ്പാട്ടൂർ പോയിരുന്നു, അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അന്നേരം അലീന ചോദിക്കുകയാണ്, അന്നേരം മേഡമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അന്നേരം മനു പറയുന്നുണ്ട്, അറിഞ്ഞു. എന്നിട്ട് എന്താ എന്നെ എറണാകുളത്ത് പോകുമ്പോൾ വിളിക്കാഞ്ഞേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയാണ്, ഞാൻ അന്ന് വിളിച്ചിരുന്നല്ലോ. എന്നിട്ട് മനു പറയാണ്, എന്നെയും കൂടെ കൂട്ടാഞ്ഞത് എന്താണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാണ്. അന്നേരം അലീന പറഞ്ഞു, എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ തിരക്കായി പോയി എന്ന് പറയാണ്. അന്നേരം മനുവേട്ടൻ പറയാണ്, ഞാൻ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ, എവിടെയുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ശരി എന്നാലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാം കേട്ടോ. പരിഭവത്തോടെ ആട്ടോ ഫോൺ കട്ട് ചെയ്തത്. എന്നിട്ട് അലീന അങ്ങനെ വിചാരിക്കുന്നുണ്ട്, മനുവേട്ടൻ എന്തിനാ ഇത്ര പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തതെന്ന്. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ പാട് മനുവേട്ടൻ തിരിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, ഞാൻ ദേഷ്യപ്പെട്ടിട്ടാണ് ഫോൺ കട്ട് ചെയ്തതെന്ന് പറയാണ്. അന്നേരം അലീന പറയാണ്, എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. എന്നിട്ട് മനു പറയുന്നുണ്ട്, എന്നാൽ തിരിച്ച് വിളിച്ചൂടെ എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ്, തിരിച്ച് വിളിക്കാനുള്ള ഒരു ഗ്യാപ്പ് തരണ്ടേ. എന്നിട്ട് മനുവേട്ടൻ പറയുന്നുണ്ട്, എന്നാൽ ശരി, നീ അവിടെ ആലോചിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, വെക്കല്ലേ മനുവേട്ടാന്ന് പറയാണ്. സോറി മനുവേട്ട, അച്ഛനൊരു ട്രിപ്പ് പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങളൊന്ന് പോയിട്ട് വരാമെന്ന് അച്ഛനോട് ചോദിച്ചതാണ്. അപ്പോൾ അച്ഛൻ പോയിക്കോളാമെന്ന് പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് വന്നതാണെന്ന് പറയാണ്. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എവിടെ പോയതാണെന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, അറിയില്ല എവിടെ പോയതാണെന്ന്, ഞാൻ ഞങ്ങളോട് പറഞ്ഞില്ല, വന്നിട്ട് പറയാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് മനുവേട്ടൻ പറയുന്നുണ്ട്, എന്നാലും എന്നെ ഒന്ന് വിളിക്കായിരുന്നു എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ്, മനുവേട്ടനെ എപ്പോഴും കാണാമല്ലോ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്, ഇവരെ കൂടെയല്ലേ എനിക്ക് പറ്റാത്തത്, എപ്പോൾ കാണുന്ന പോലും എനിക്കറിയില്ല എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, നീ അതിന് ചന്ദ്രനിലേക്കൊന്നല്ല പോന്ന് കാണാതിരിക്കാമെന്നൊക്കെ പറയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പിള്ളേരെല്ലാം എവിടെ പോയി, ഉറങ്ങിയോ എന്നെല്ലാം ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, കിടന്നു, ഞാനും കിടക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ പറയുന്ന സമയത്താണ് രേവതിക്കുട്ടി വാതിലും തുറന്ന് അവിടെ തന്നെ നിൽക്കുന്നത് കേട്ടോ. അലീനയും മനുവും സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം മനു പറയുന്നുണ്ട്, എല്ലാവരോടും അന്വേഷിച്ച് വേണം പറയണം, പ്രത്യേകിച്ച് രേവതിക്കുട്ടിയോട് എന്ന്. അങ്ങനെ അലീന അപ്പോൾ തന്നെ രേവതിക്കുട്ടിയോട് അന്വേഷണം പറയാം കേട്ടോ. രേവതിക്കുട്ടി തിരിച്ചും അന്വേഷണം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ മനു പറയുകയാണ്, വന്നിട്ട് വിളിക്ക്, ഞാൻ വെക്കുക, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുക കേട്ടോ. എന്നിട്ട് അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ വന്നത് മനുവേട്ടനോട് പറയാത്തത് കൊണ്ട് പരിഭവം പറയായിരുന്നു എന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി പറയാണ്, അതെയോ പാവം മനുവേട്ടൻ എന്ന് പറയാണ്. എന്നിട്ട് രേവതിക്കുട്ടി പറഞ്ഞു, കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് കിടക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛനും കൂടി ഞാൻ വിളിക്കട്ടെ, എന്നിട്ട് നമുക്ക് കിടക്കാമെന്ന് പറയാണ്. എന്നിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ എവിടെ എത്തിയച്ചാൽ അച്ഛൻ എവിടെയുണ്ട് എന്നൊക്കെ പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട്, ഇവിടെ കിടക്കാൻ പോവുകയാണ്, നാളെ യാത്ര തുടങ്ങാൻ പിന്നെയും പറയണം. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ പോയ കാര്യം നടന്നോന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അങ്ങനെ അലീന പറയുന്നത്, എന്നാൽ ശരി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുക കേട്ടോ. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇനി ആരെയും വിളിക്കാനുണ്ടെങ്കിൽ വേഗം വിളിക്കണം, അല്ലെങ്കിൽ നമുക്ക് കിടക്കാമല്ലോ എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കിടക്കാൻ പോവുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ് കേട്ടോ. മനു വീടിന് ഫ്രണ്ടിൽ നിന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു ഓട്ടോറിക്ഷ കയറി വരുന്നുണ്ട് കേട്ടോ. അതിൽ മനുവിൻ്റെ അനിയത്തിയാണ് ഹോസ്റ്റലിൽ നിന്ന് വരുന്നത് കേട്ടോ. എന്നിട്ട് മനുവിൻ്റെ അനിയത്തി സാധനങ്ങളെല്ലാം ഇറക്കി വെക്കുന്ന സമയത്ത് മനു ചോദിക്കുന്നുണ്ട്, ഇതെന്താടി ഗോതമ്പ് ബാക്കോന്ന്. അന്നേരം അനിയത്തി ചോദിക്കുകയാണ്, മനുവേട്ടൻ ഇവിടെ വെറുതെ നിൽക്കുമല്ലേ, കാറും ഇവിടെ നിൽക്കുകയാണ്, എന്നെ ഒന്ന് കൂട്ടാൻ വരാൻ പറഞ്ഞിട്ട് വലിയ ആൾ കളിക്കുന്നു എന്നൊക്കെയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഓട്ടോ വിളിച്ചിട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഓട്ടോക്കാരന് ജീവിച്ച് പൊക്കോട്ടെ എന്ന് പറയാണ്. അന്നേരം രഞ്ജിനി പറയാണ്, എന്നാൽ ഓട്ടോക്കാരന് കാശ് കൊടുത്തേക്ക് പറയാണ്. എന്നിട്ട് രഞ്ജിനി ബാഗ് കൊടുത്തിട്ട് വീടിനകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. മനു ഓട്ടോക്കാരന് കാശും കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീടിനുള്ളിൽ കയറിയപാട് കമല ക്വസ്റ്റ്യൻസ് തുടങ്ങി കേട്ടോ. ഇതെന്താടി ബാണ്ടക്കെട്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവൾ പറയാണ്, ഹോസ്റ്റലിൽ നിന്ന് വരുന്നതല്ലേ, അലക്കേണ്ട തുണിയെല്ലാം ഇങ്ങ് എടുത്തിട്ട് പോകുന്നു പറയാണ്. അന്നേരം കമല ചോദിക്കുന്നുണ്ട്, ഇന്നലെ എന്താ വരാഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അവൾ പറയാണ്, ഇന്നലെ പൊന്നമ്പിളിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അത് ആഘോഷിച്ചുകൊണ്ടിരുന്നു. അന്നേരം കമല ചോദിക്കുന്നുണ്ട്, പൊന്നമ്പിളിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ നിനക്ക് വന്നൂടെ എന്നല്ലേ ചോദിക്കുന്നതെന്ന് പറയാണ്. അന്നേരം അവൾ പറയുന്നുണ്ട്, ബർത്ത്ഡേക്ക് ഞങ്ങൾ കുമരകത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ ഫുഡ് കഴിച്ചു, അവിടെ താമസിച്ചു എന്നൊക്കെ പറയാണ്. അന്നേരം കമല ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രിയോ ചോദിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി. അപ്പോൾ നിങ്ങളെ ഹോസ്റ്റലിൽ കയറ്റിയോ രാത്രി കഴിഞ്ഞ് എന്ന് പറയാണ്. അന്നേരം അനിയത്തി പറയാണ്, ഇല്ല, രാത്രി ആരെങ്കിലും ഹോസ്റ്റലിൽ കയറ്റുമോ, ഞങ്ങൾ റിസോർട്ടിൽ തന്നെ കിടന്നു എന്ന് പറയാണ്. അന്നേരം കമല ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അതെ,
ഗേൾസ് മാത്രമാണോ അതോ ബോയ്സ് ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നുണ്ട്. അന്നേരം അവൾ പറയാണ് ഈ വീട്ടിലതാ എനിക്ക് വരാൻ മടി, വന്ന ഉടനെ തന്നെ ക്വസ്റ്റ്യൻസ് തുടങ്ങിക്കോളും എന്നൊക്കെ പറയണം. അന്നേരം ശിവേട്ടൻ വരിക കേട്ടോ. ശിവേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ ഇന്നലെ വരാഞ്ഞ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരം ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഞാൻ അമ്മയോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ വേണമെങ്കിൽ ചോദിച്ചറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രഞ്ജിനി അകത്തോട്ട് കയറി പോവുക കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനും ഗോവർദ്ധനും കൊട്ടാരമറ്റത്തിൽ സ്റ്റാലിനെ അന്വേഷിച്ചെത്തി കേട്ടോ. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാലചന്ദ്രൻ വീടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഓ ഇതാണ് കൊട്ടാരമറ്റത്തിൽ വീട് എന്നൊക്കെ പറയാണ്. അന്നേരം ഗോവർദ്ധനം ചോദിക്കുന്നുണ്ട് ഇതാരെ വീടാണ് ബാലേട്ടാന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട് എനിക്കും അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ബാലേട്ടൻ പറയുന്നുണ്ട് നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയിട്ട് വരാമെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം ചോദിക്കുന്നുണ്ട് നമ്മൾ ആരെ കാണാനാണ് വന്നതെന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട് നമ്മളെ നീലഗിരി പോയില്ലേ കേണലിനെ കാണാൻ, ഇത് വേറൊരു കൂടിയനം കേണലാന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട് ബാലേട്ടന് പട്ടാളക്കാരായിട്ട് ആണോ ഇപ്പോൾ കമ്പനി എന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട് നമ്മളെ തലവര എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ. ആ സമയത്തൊക്കെ അതിനകത്ത് അവതക്കുട്ടി ഉണ്ട് കേട്ടോ, ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് കാറ് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അവതക്കുട്ടി എന്നിട്ട് ഹാൻസിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഹാൻസി ആരോ കാറിൽ വന്നിട്ടുണ്ട്, ഒന്ന് പോയി നോക്കണേ, എന്നെ കാണാൻ ആരും ആയിരിക്കില്ല, റോബിച്ചനെ കാണാനായിരിക്കും എന്ന് പറയാണ്. അന്നേരം ഹാൻസി പറയാണ് റോബിച്ചനെ കാണാൻ ആരും വരുന്നതെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. ആ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ട്. എന്നിട്ട് ഹാൻസി ചോദിക്കുകയാണ് ആരെ കാണാനാ വന്നതെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇത് ഔദക്കുട്ടിയുടെ വീടല്ലേ എന്ന്. അന്നേരം ഹാൻസി പറയുന്നുണ്ട് ഇത് ഔദിക്കുട്ടിയുടെ വീടല്ല, ഔദക്കുട്ടിയുടെ മകൻ റോബിച്ചായൻ്റെ വീടാന്ന് പറയാണ്. അപ്പോൾ ഔദക്കുട്ടി ഇവിടെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹാൻസി പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിട്ട് താമസിക്കും എന്ന് പറയാണ്. എന്നിട്ട് കയറി വാ. എന്നിട്ട് ബാലചന്ദ്രൻ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ആ സമയത്ത് ഔദക്കുട്ടി ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ കണ്ടതായിട്ട് ഓർക്കുന്നില്ലല്ലോ, എന്നെ കാണാൻ വന്നതാണോ ചോദിക്കുകയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ യാതൊരു പരിചയമില്ല എന്ന് പറയുന്നത്. അന്നേരം ഔദക്കുട്ടി പറയുന്നുണ്ട് എന്നാൽ പിന്നെ വന്ന കാര്യം പറയാമെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങളെ മകനല്ലേ സ്റ്റാൻലി ജോസഫ് ചോദിക്കുകയാണ്. അന്നേരം ഔദക്കുട്ടി പറയുന്നുണ്ട് കേണൽ സ്റ്റാൻലി ജോസഫ് ആണെങ്കിൽ അത് എൻ്റെ മകൻ തന്നെയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് അദ്ദേഹത്തെയാണ് കാണേണ്ടതെന്ന്. അന്നേരം ഔദക്കുട്ടി പറയുന്നുണ്ട് അദ്ദേഹത്തെ കാണണമെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോകണം, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അദ്ദേഹത്തെ അറിയാവുന്ന ഒരു പരിചയക്കാരൻ ഇവിടുത്തെ അഡ്രസ്സാണ് തന്നതെന്ന് പറയാണ്. അവർ എവിടെയാണ് താമസം ചോദിക്കുകയാണ്. അന്നേരം ഔദക്കുട്ടി പറയുന്നുണ്ട് കുളത്തുപുഴ അവിടെയാണ്, അവനോട് സംസാരിക്കണമെങ്കിൽ ഞാൻ ഫോൺ വിളിച്ച് തരാമെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ് ഫോൺ വിളിച്ച് തന്നാൽ പോരാ, എനിക്ക് നേരിട്ട് കാണേണ്ട ആവശ്യമുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ഔദക്കുട്ടി അവിടത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാലിൻ ഉണ്ടോ അവിടെ എന്ന് പറയണം. അന്നേരം പറയാണ്ട് ഉറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ടോ. എന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ആൾ അവിടെ തന്നെ ഉണ്ട്, കഴിച്ച് അവിടെ കിടന്നുറങ്ങുന്നുണ്ടോ, പിന്നെ രണ്ടെണ്ണം അടിച്ചിട്ടും ഉണ്ടാവും, കോട്ട കിട്ടുന്നതല്ലേ എന്ന് പറയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് നേരിട്ട് കാണേണ്ട അത്യാവശ്യമുണ്ട് എന്ന് പറയാണ്. ആ സമയത്ത് റോബിച്ചായൻ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതുകൂട്ടി ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നു ഇത്ര നേരം എന്ന്. അന്നേരം റോബിച്ചായൻ പറയുന്നുണ്ട് എനിക്ക് തലവേദന എടുത്തിട്ട് ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു എന്ന് പറയാണ്. അന്നേരം അതുകുട്ടി പറയുന്നുണ്ട് ഇന്നലെ എന്തായിരുന്നു പാർട്ടിക്ക് പോയിട്ട് മുക്കൂട്ടം കഴിച്ചിട്ട് വന്നതല്ലേ, പിന്നെ എങ്ങനെ തലവേദന എടുക്കാതിരിക്കും എന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതാരാ എന്ന് പറയണം. അന്നേരം ബാലേന്ദ്രൻ പറയാണ് ഞാൻ ബാലേന്ദ്രനാണ്, എനിക്ക് സ്റ്റാലിൻ ജോസഫിനെ ഒന്ന് കാണണം എന്ന് പറയണം. അപ്പോഴേക്കും ഹാൻസി ചായയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചായ കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഓ ചായയല്ല കാപ്പിയാണ് എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് ഏതായാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുക കേട്ടോ. എന്നിട്ട് റോബിച്ചായൻ സ്റ്റാലിൻ ജോസഫിൻ്റെ സ്ഥലവും പോണ്ട വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഹാൻസി ചോദിക്കുന്നുണ്ട് വണ്ടിയിൽ ഒരാൾ കാണുന്നുണ്ട്, അതാരാ ഡ്രൈവറാണോ ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഡ്രൈവറല്ല, അതിൻ്റെ അളിയനാണ് ഗോവർദ്ധൻ എന്ന് പറയുകയാണ്. എന്നിട്ട് അവധക്കുട്ടി പറയുന്നുണ്ട് അവരെയും കൂടി ഇങ്ങോട്ട് വിളിക്ക്, ഒരാൾക്ക് മാത്രം ചായ കൊടുക്കുന്നത് ശരിയല്ല, അവർ വന്നിട്ട് എന്ന് പറയണം. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഇറങ്ങാം, സമയമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവധക്കുട്ടി പറയുന്നുണ്ട് എന്നാൽ പുറത്ത് പോയി ചായ കൊടുക്ക്, ഒരാൾക്ക് മാത്രം ചായ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹാൻസി പുറത്ത് പോയിട്ട് ചായ കൊടുക്കുക കേട്ടോ. അങ്ങനെ ചായ കൊടുക്കാൻ പോയ സമയത്ത് ഹാൻസി ചോദിക്കുന്നുണ്ട് എന്താ പേര്, എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ് ബാലേട്ടൻ എവിടെ ഇറങ്ങാറായോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഹാൻസി പറയാണ് ഇറങ്ങാറായി എന്നൊക്കെ പറയാണ്, ചായ തണുത്ത് പോയല്ലേ എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട് അത് കുഴപ്പമില്ല, ഇവിടം വരെ കൊണ്ടു തന്നില്ലേ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയാണ്. ആ സമയത്ത് ബാലേന്ദ്ര ഇറങ്ങി വരുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങുവാണേന്ന് പറയാണ്. അന്നേരം ഹാൻസി പറയുന്നുണ്ട് ഓക്കെ ശരി എന്ന് പറയാണ്. അങ്ങനെ ഗോവർദ്ധനൻ ബാലേന്ദ്രനോട് പറയുന്നുണ്ട് നല്ല കുട്ടിയാണല്ലോ, ഇവിടുത്തെ കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എവിടെന്നെങ്കിലും കെട്ടിക്കൊണ്ട് വന്നതായിരിക്കും
എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇറങ്ങുക കേട്ടോ. എന്നിട്ട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, കണ്ടോ ആളെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, ഇത് അവരുടെ തറവാട് വീടാണ്, ഇനി നമുക്ക് നേരെ കുളത്തൂർക്ക് പോകണമെന്ന് പറയാണ്.